ഒരു കാര്യമുണ്ട്. ഒന്ന് ഹിലാൽ ദർശനവുമായി ബന്ധപ്പെട്ടാണ്, പിറ കാണലുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ ഈ തെക്കൻ കേരളത്തിൽ ഈ വടക്ക് മലബാർ മേഖലയിൽ വാസ്കോഡി ഗാമ വന്നിറങ്ങിയ കാപ്പാട് കടലുണ്ടി, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്, അദ്ദേഹം കണ്ടാൽ മാത്രമേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ നോമ്പ് പിടിക്കാനോ പെരുന്നാൾ ആഘോഷിക്കാനോ വകുപ്പുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ബഹുമാന്യനായ ഹനീഫ് കായ്ക്കോട് ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയാണ് നിങ്ങൾ വ്യക്തമായി ലോകത്ത് പെരുന്നാളിൻ്റെ ദിവസം നോമ്പ് പിടിപ്പിച്ച് ഒരു സമൂഹത്തിന് നിങ്ങൾ ഹറാമ് ചെയ്യിപ്പിക്കുകയല്ലേ? കാരണം പ്രാദേശിക കാഴ്ച വേണമെന്ന് എവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഉള്ളത്? ഒന്ന്, നവമി ഇമാം റഹ്മത്തുള്ളാഹിയുടെ ഹദീസാണ് നിങ്ങൾ വിശദീകരിക്കുന്നതെങ്കിൽ, ഹദീസല്ല അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് പറയുന്നതെങ്കിൽ, ആ നവവി ഇമാം റഹ്മത്തുള്ള തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളത് 23 റക്അത്ത് തറാവീഹ് വേണമെന്ന്? ആ നവവി ഇമാം റഹ്മത്തുള്ള തന്നെ അല്ലേ പറഞ്ഞത് സുബഹിക്ക് ശേഷം കുനൂത്ത് വേണമെന്ന്? എന്തുകൊണ്ട് എടുക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ സംഘടനാ സങ്കുചിത ചിന്തകൾക്ക് വേണ്ടി ഉമ്മത്തിനെ കൊണ്ട് നിങ്ങളും ഹറാമ് ചെയ്യിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ, ഒരു പണ്ഡിതൻ, ബഹുമാന്യനായ സുബൈർ മൗലവി പറഞ്ഞതുപോലെ ഈ സംഘടന തിന്മയല്ലേ? എൻ്റെ ചോദ്യം തീർന്നു. ശരി, ഞാൻ മേലെ ഈ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു മുഖാമുഖത്തിൽ കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ ഹനീഫ് കായക്കൊടിയോട് ഒരു സാധാരണ സാധു മനുഷ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം എല്ലാവരും കൃത്യമായി കേൾക്കുക. ആ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഇതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ കോഴിക്കോട് പ്രദേശത്ത് കാളിമാരായ ആളുകൾ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ പെരുന്നാളാവുകയുള്ളൂ എന്ന് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറി, കേരളം മുഴുവനും ഉള്ള ആളുകളെല്ലാം ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന, ഒരുമിച്ച് നോമ്പെടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നല്ലോ. പക്ഷേ കാലം പിന്നെയും മാറിയിട്ടും ആ മാറ്റങ്ങളൊന്നും കേരള നദുവത്തുൽ മുജാഹിദിന്റെ ആളുകൾ ഉൾക്കൊള്ളുന്നില്ല എന്ന പരിഭവമാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് പിടിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് നിങ്ങൾ ഹറാമ് ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അതായത് കേരളത്തിന്റെ 4 അഴലത്ത് കണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ പുറമേ നിന്ന് എവിടെ നിന്നും കൃത്യമായി വിവരം കിട്ടിയാൽ പോലും ഉത്തരവാദപ്പെട്ട ഒരു മതസംഘടനയുടെ വക്താക്കൾ എന്ന നിലയിൽ അത് മാനിക്കാതെ പെരുന്നാളാണ് എന്ന് ഉറപ്പുള്ള ദിവസത്തിൽ നോമ്പ് നോൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുന്ന പണിയല്ലേ സംഘടനക്കാരൻ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് സുഹൃത്തിന്റെ വളരെ ഗൗരവപ്പെട്ട ചോദ്യം. ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുന്നു, അങ്ങനെ കാഴ്ച ഉണ്ടായി എന്ന് കൃത്യമായ വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് തള്ളിക്കളയുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പ്രാദേശികമായി തന്നെ കാഴ്ച ഉണ്ടാകണം എന്ന വാശിയാണ് എങ്കിൽ, പ്രാദേശികമായ കാഴ്ച വേണം എന്നുള്ളതിന് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ്. പ്രാദേശികമായ കാഴ്ചയുടെ അടിസ്ഥാനത്തിലെ നോമ്പും പെരുന്നാളും ആക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വല്ല ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഹനീഫ് കായ്ക്കൊടി ഇതിനൊക്കെ മറുപടി പറയണം. പ്രാദേശിക കാഴ്ചക്ക് എന്താണ് തെളിവ്? കേരളത്തിന് പുറത്തുള്ള കാഴ്ച അംഗീകരിക്കാൻ പറ്റുകയില്ല എങ്കിൽ എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകേണ്ടത്. പിന്നീട് സുഹൃത്ത് ചോദിക്കുന്നത് എന്താണ്? സാധാരണഗതിയിൽ ഇതൊക്കെ ഉന്നയിക്കുമ്പോൾ ഇമാം നവവിയുടെ വാക്കാണ് ഉദ്ധരിക്കാറുള്ളത്. ഇമാം നവവി ഒരു ഖുറൈബിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ലിക്കുല്ലി അഹ്ലി ബലദിൻ റുയത്തുഹും, ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ വ്യാഖ്യാനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ അതേപോലെ നവവിയുടെ മറ്റു വ്യാഖ്യാനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അതായത് തറാവി നമസ്കാരം 23 റക്അത്താണ് വേണ്ടത് എന്ന് ഇമാം നവവി തെളിവിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന് ലഭ്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണമെന്ന് ഇമാം നവവി വിശദീകരിച്ചിട്ടുണ്ടല്ലോ.
അപ്പോൾ ഖുനൂത്തിന്റെ കാര്യത്തിലും തറാവീഹിന്റെ റക്അത്തിന്റെ കാര്യത്തിലും ഒന്നും ഇമാം നബവിയുടെ വിശദീകരണങ്ങൾ സ്വീകരിക്കാത്ത നിങ്ങൾ മാസപ്പിറവിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുറൈബിന്റെ ആഥർ ഉദ്ധരിച്ചിട്ട് അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഹെഡിങ് ലിക്കുല്ലി അഹ്ലി ബലദിൻ റുയ്യത്തുഹും, എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്ന വ്യാഖ്യാനം മാത്രം നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? ഇത് ഒരു തരം സംഘടനാ സങ്കുചിതത്വ മനോഭാവത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ലേ? സംഘടന തിന്മയാകുന്നു എന്ന് പറഞ്ഞ സുബൈർ മൗലവിയുടെ വാദം ശരിയാണ് എന്ന ഒരു തരത്തിലേക്കല്ലേ നിങ്ങളുടെ ഇത്തരം ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യത്തിൻ്റെ പൊരുൾ. വളരെ കൃത്യമായി മറുപടി കിട്ടേണ്ട ചോദ്യം തന്നെയാണിത്. പക്ഷേ അനീഫ് കായക്കൊടിയുടെ മറുപടി ഞാൻ ഇവിടെ കേൾപ്പിക്കാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാചകങ്ങളും ഈ ചോദ്യം ആവർത്തിച്ചാവർത്തിച്ച് കേട്ട് വേണം അനീഫ് കായക്കൊടിയുടെ മറുപടിയും നിങ്ങൾ കേൾക്കേണ്ടത്. ഓരോ പോയിന്റും വേർതിരിച്ച് കേൾക്കണം. എന്നിട്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ വല്ല മറുപടിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം സംഘടനാ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീർത്തും ആർട്ടിഫിഷ്യലായ ഒരു മറുപടി ഉണ്ടാക്കിയതാണ്. പൊതുവെ ഈ സംഘടനാവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ചതുരംഗ കളി പോലെയായിരിക്കും, ചെസ് കളിക്കുന്നത് പോലെയായിരിക്കും. ചെസ്സിൽ എപ്പോഴും നായകത്വമാർക്കാണ്. ചെസ് എന്ന് പറയുന്ന കളി അത് കേന്ദ്രീകരിക്കുന്നത് രാജാവിലാണ്. രാജാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. രാജാവ് പോയി കഴിഞ്ഞാൽ അതോടുകൂടി കളി അവസാനിച്ചു. രാജാവിന് വെട്ടുക എന്ന് പറയുന്നതോട് കളി അവസാനിച്ചു. അപ്പോൾ എന്ത് വില കൊടുത്തും രാജാവിനെ സംരക്ഷിക്കുക എന്നതാണ് ചെസ് കളിയുടെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ രാജാവ് ആരാന്ന് വെച്ചാൽ സംഘടനയാണ്. സംഘടന ഇതുവരെ പറഞ്ഞു പോന്നിട്ടുള്ള ആശയങ്ങളിൽ നിന്നും ഒരു കടുമണിയോളം വ്യതിചലിക്കാതെ അവിടെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു സമീപനം, എന്ത് വില കൊടുത്തും ആ സമീപനങ്ങളെയെല്ലാം സംരക്ഷിക്കണം. അതിന് ആരൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, അത് ചിലപ്പോൾ മന്ത്രിമാർ നഷ്ടപ്പെട്ടെന്ന് വരും, കാലാൾപ്പടകൾ നഷ്ടപ്പെട്ടെന്ന് വരും, തേര് പോയി എന്ന് വരും, കുതിര പോയി എന്ന് വരും, ആന പോയി എന്ന് വരും. ആര് പോയാലും ശരി, ആരെ നഷ്ടപ്പെടുത്തിയാലും സംഘടനയെ സംരക്ഷിക്കണം എന്നുള്ള അങ്ങേയറ്റത്തെ ഹിസ്ബിയത്ത് കക്ഷിത്വത്തിൻ്റെ പരമകാഷ്ഠ പ്രാപിച്ച ഒരു മറുപടിയാണ് നമ്മുടെ അനീഫ് കായക്കൊടിയുടെ മറുപടിയിൽ കാണുന്നത്. അതിൽ ഒരുപാട് കളവുകളുണ്ട്, അർദ്ധസത്യങ്ങളുണ്ട്, തെറ്റിദ്ധരിപ്പിക്കലുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഓരോന്ന് വിശദീകരിക്കുവാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ചോദ്യത്തിന്, അദ്ദേഹത്തിൻ്റെ ഈ പല മറുപടിയുണ്ട്, അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേൾപ്പിക്കുന്നത്. അതിൻ്റെ പ്രസക്തമായ മറുപടിയാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത്. അത് ഞാൻ ഇവിടെ താഴെ പോസ്റ്റാണ്. ശരി, ഏതായാലും അൽഹംദുലില്ലാ ഈ പരിപാടി ധന്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വിസ്ഡം വിഭാഗം പ്രവർത്തകർ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് മുജാഹിദുകൾ ഇത് ആരോപണം ഉന്നയിക്കുന്നു എന്ന്. ചോദ്യകർത്താവ് ഇവിടത്തേക്ക് കടന്നു വന്നതും ഈ ആരോപണമാണ് നമ്മൾ പറയുന്നത് എന്ന വിശ്വാസത്തോടു കൂടിയാണ്. അദ്ദേഹത്തിന് വിസ്ഡം വിഭാഗത്തിന്റെ നേതാക്കൾ എഴുതിയ കത്ത് കണ്ടപ്പോ അദ്ദേഹം അത് വിശദമായി പഠിക്കാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ആ കത്ത് സത്യമാണ് എന്നതുകൊണ്ടാണ് ഞാനിവിടെ കാണിച്ചത്. അത് സത്യമാണെങ്കിൽ ആരോപണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഇത് ആരോപണമല്ല എന്ന് വ്യക്തമാണല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം മാസപ്പിറവിയായി ബന്ധപ്പെട്ടതാണ്. മാസപ്പിറവിയായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ മാസം കണ്ടാൽ തെക്കൻ കേരളത്തിൽ പെരുന്നാളാക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ആ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കിയത് ഊറ്റുകുഴിയിൽ സ്ഥാപിക്കപ്പെട്ട കേരള സലഫി സെന്ററും അന്ന് സംസ്ഥാന സംഘടന നിയോഗിച്ച അവിടുത്തെ ഒരു ഇമാമ് എന്ന നിലയിൽ ഞാനുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം മാസപ്പിറവി പ്രഖ്യാപിച്ചു. കോഴിക്കോട് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി കേരളത്തിൽ പെരുന്നാളാണ് എന്ന് ഹിലാൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു. പക്ഷെ ഇവിടെ അന്ന് പാളയം പള്ളിയിലെ ഇമാം പെരുന്നാൾ അല്ല എന്ന പ്രസ്താവന എഴുതി കൊടുത്തു പോയി.
നമ്മൾ ആലോചിച്ചു എന്ത് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ബഹുമാന്യനായ കേരള ഇടവത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. സർ, ഇവിടെ പെരുന്നാളല്ല എന്നാണ് ഇവര് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? AP എന്നോട് പറഞ്ഞ വാചകം, ഹനീഫെ, നമ്മളുടെ സംഘടനയുടെ പേര് കേരള ഹിലാൽ കമ്മിറ്റി എന്നാണ്, മലബാർ ഹിലാൽ കമ്മിറ്റി എന്നല്ല. കേരളത്തിന്റെ ഭാഗമായി എവിടെയൊക്കെ മുജാഹിദുകളുണ്ടോ അവർക്കൊക്കെ നാളെ പെരുന്നാളാണ്, നീ പ്രഖ്യാപിച്ചോ. അങ്ങനെയാണ് നമ്മളിവിടെ പെരുന്നാൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് വടക്കൻ കേരളത്തിൽ മാസം കണ്ടാലും തെക്കൻ കേരളത്തിൽ പെരുന്നാളാകുന്ന ഒരവസ്ഥ ഉണ്ടായത്. പിന്നെ വന്ന ഒരു ഇമാമും വടക്കൻ കേരളത്തിലാണ് മാസം കണ്ടത്, നമുക്ക് തെക്കന്റെ മാസം കാണണം എന്ന ഒരു നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ഐക്യമുണ്ടാക്കിയത് മുജാഹിദുകളാണ് എന്നർത്ഥം. അപ്പൊ നമ്മളെ ഹനീഫ് കായക്കൊടിയുടെ മറുപടിയുടെ ആദ്യ ഭാഗം മുതൽ ഓരോന്ന് ശ്രദ്ധിക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, ഒന്നാമതായി പറയുന്നത്, ഞങ്ങൾ കേരളത്തിൽ ഐക്യമുണ്ടാക്കി, മാസപ്പിറവിയുടെ കാര്യത്തിൽ ഐക്യമുണ്ടാക്കി എന്നാണ്. അതായത് വടക്കൻ കേരളത്തിൽ മാസപ്പിറവി കണ്ടാൽ തെക്കൻ കേരളത്തിൽ മാസപ്പിറവി അംഗീകരിക്കപ്പെടാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെ തിരുത്തി എഴുതിയത് കേരള ഹിലാൽ കമ്മിറ്റി വന്നതിന് ശേഷമാണ്. ഞങ്ങൾ ഐക്യമുണ്ടാക്കി എന്നാണ് ഒന്നാമത്തെ ഗീറുവാണ്. കേരളത്തിൽ മുഴുവനായും മുസ്ലിമീങ്ങൾക്ക് ഒരുമിച്ച് പെരുന്നാളും നോമ്പും എടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളതിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ് ഹനീഫ് കായക്കൊടി. മലബാറിൽ, അതായത് വടക്കൻ കേരളത്തിൽ മാസപ്പിറവി ഉണ്ടായാൽ അത് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തൊന്നും അംഗീകരിക്കാതിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാ. അങ്ങനെ ഹിലാൽ കമ്മിറ്റി മാസം ഉറപ്പിച്ചു, പക്ഷെ തെക്കൻ കേരളത്തിൽ ആൾക്കാർ അത് സമ്മതിച്ചില്ല. അന്ന് തെക്കൻ കേരളത്തിൽ ഊറ്റുകുഴിയിലെ മുജാഹിദ് സെന്റർ തുടങ്ങിയിട്ടുള്ള കാലത്താണ് അന്ന് ആ പള്ളിയിലെ ഇമാമായിരുന്ന നമ്മുടെ ഹനീഫ് കായക്കൊടിയുടെ നേതൃത്വത്തിൽ കേരള ഹിലാൽ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കുകയും അങ്ങനെ അതോടുകൂടി തിരുവനന്തപുരത്തൊക്കെ ഹിലാൽ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ പ്രാദേശിക മാസപ്പിറവി എന്ന് പറയുന്നത് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൂടി വ്യാപിപ്പിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളിപ്പോൾ ആകപ്പാടെ തെളിവ് പറഞ്ഞത് ഇമാം നവവിയുടെ അഭിപ്രായമാണല്ലോ. ലികുല്ലി അഹ്ലി വലദിൻ റുഇയത്തുഹും, എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്നാണ് ഖുറൈബിന്റെ അഥർ പിടിച്ച് അദ്ദേഹം തെളിവ് പറഞ്ഞിരിക്കുന്നത് എന്നാണല്ലോ. ആ തെളിവ് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ത്? ഒരു സ്ഥലത്ത് മാസപ്പിറവി കണ്ടാൽ അത് ബാധകമാകുന്ന ഇടം പറഞ്ഞിട്ടുണ്ട്. ആ ഇടം എത്രയാണ്? നിസ്കാരം കസറാക്കാൻ പറ്റാത്ത ദൂരത്തിന്റെ ഉള്ളിൽ. നിസ്കാരം കസറാക്കാൻ പറ്റിയ ദൂരം എത്രയാണ്? ഷേഖ് ഇബ്നു ബാസിന്റെ ഫത്വ അനുസരിച്ച് 85 കിലോമീറ്റർ. ഇന്നത്തെ 85 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഒരാൾക്ക് നിസ്കാരം കസറാക്കാം. അപ്പോൾ അതിന്റെ ആ ദൂരപരിധിക്ക് ഉള്ളിലുള്ള ആളുകളെ കുറിച്ച് എന്ത് പറയാം? ഒരു മത്ലന്റെ ഉള്ളിലുള്ളവർ എന്ന് പറയാം. അപ്പോൾ ഇതനുസരിച്ച് 85 കിലോമീറ്റർ ദൂരപരിധി ഉള്ള അതിനിടയിലുള്ളവർക്ക് മാത്രമേ ഒരു നാട് എന്ന് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഇമാം നവവിയുടെ കൗലനുസരിച്ച് ശരിയാകുകയുള്ളൂ. ഈ കൗല് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ? അത് നിങ്ങൾ വിശദീകരിക്കണം. കാരണം ഒരു ഭാഗം മാത്രം സ്വീകരിച്ചാൽ പോരല്ലോ. സ്വീകരിക്കുമ്പോൾ എല്ലാ ഭാഗവും സ്വീകരിക്കണം, അല്ലെങ്കിൽ തീരെ സ്വീകരിക്കരുത്. നവവിയുടെ ഈ വാക്ക് നിങ്ങൾ സ്വീകരിക്കുന്നോ? ഷാഫിയാക്കളുടെ ഈ നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 578 കിലോമീറ്റർ ഉണ്ട്. 578 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 578നെ 80 കൊണ്ട് ഹരിച്ചാൽ എത്ര മസല ഉണ്ടാവും? കൂട്ടിയൊക്കെ നിങ്ങള് 578 കിലോമീറ്ററിനെ 80 കൊണ്ട് ഹരിച്ചാൽ എത്ര മസല കേരളത്തിൽ ഉണ്ടാകും ഷാഫി മദ്ഹബ് പ്രകാരം? അപ്പൊ ഈ ഷാഫി മദ്ഹബിന്റെ 80 കിലോമീറ്റർ അല്ലെങ്കിൽ 85 കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരപരിധി നിങ്ങൾ തള്ളിയതാണോ അതോ കൊള്ളിയതാണോ? എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ഉത്തരം പറയണ്ടേ? അപ്പൊ ഇങ്ങനെ 80 കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരപരിധിയെ നിങ്ങൾക്ക് 578 കിലോമീറ്ററിലേക്ക് നീട്ടിക്കൊണ്ടുപോകാമെങ്കിൽ അതിനപ്പുറത്തേക്ക് നീട്ടാൻ എന്താ നിങ്ങൾക്ക് തടസ്സം? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ നീട്ടി. എന്താണ്? മലയാളികൾ ജീവിക്കുന്ന സ്ഥലമായതുകൊണ്ട് മാത്രം നീട്ടിയതാ?
അങ്ങനെ നിയമമുണ്ടോ ഇസ്ലാമിക ശരീഅത്തിൽ മലയാളികൾക്ക് മാത്രം, കർണാടകക്കാർക്ക് മാത്രം അങ്ങനെ നിയമമുണ്ടോ? എന്തേ നിങ്ങൾ അങ്ങോട്ട് നീട്ടാത്ത, അതിന്റെ അപ്പുറത്തേക്ക് നീട്ടാത്തെന്താ? എന്തേ തമിഴ്നാട്ടിലേക്ക് ബാധകാക്കാത്തത്? അപ്പോ നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്ത്? ഷാഫി മതം പിടിച്ചാൽ പോലും നിങ്ങൾക്കതിന് അവകാശമില്ല, നിങ്ങൾക്കതിന് അർഹതയില്ല. അപ്പൊ പിന്നെ ഞങ്ങള് ഇങ്ങനെ എല്ലാ കേരളക്കാർക്കെല്ലാം കൂടി ഒരുമിച്ച് പെരുന്നാളാക്കിയവരാകുന്നു എന്ന് ഒരു ഭാഗത്ത് ഗമ പറയുകയും മറുഭാഗത്ത് നിങ്ങൾ ആഗോള അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരു കാഴ്ച എന്ന് പറയുന്നത് നിരാകരിക്കുകയും ചെയ്യുന്നു. ഇതെന്താണ്? ഈ തമ്മിൽ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ. എന്തേ തമിഴ്നാട്ടിലുള്ള കാഴ്ച നിങ്ങൾക്ക് എടുത്താൽ എന്താ കുഴപ്പം? കർണാടകയിൽ എടുത്താൽ എന്താ കുഴപ്പം? ഒരു നാട് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ മൊത്തം നിങ്ങൾക്ക് എടുത്താൽ എന്താ കുഴപ്പം? ഇനി ഇന്ത്യ രാജ്യത്തെ മൊത്തം എടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് പുറത്തും എടുക്കാൻ പറ്റില്ലോ. സൗദി അറേബ്യ എന്ന് എടുത്താൽ എന്തെങ്കിലും പ്രയാസം എന്താ? ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് എന്തായാലും തടസ്സം? എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത്? എന്ത് പ്രയാസത്തിന്റെ പേരിലാണ് ആഗോള അടിസ്ഥാനത്തിലുള്ള കാഴ്ച നിങ്ങൾ അംഗീകരിക്കാത്തത്? സൗദി അറേബ്യയിലെ കാഴ്ച ഏകദേശം 86 രാജ്യങ്ങൾ, ലോകത്തിലെ 86 രാജ്യങ്ങൾ അനുസരിച്ചിട്ടുണ്ടല്ലോ. അവരൊക്കെ ചെയ്ത് തെറ്റാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം? അപ്പൊ നിങ്ങൾ ഈ പ്രാദേശികത്വത്തിൽ കെട്ടിമറിയുന്ന ഈ പ്രവണത നിങ്ങളുടെ സംഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലാതെ എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഇസ്ലാമിനെ സംരക്ഷിക്കുന്നവർ ഇങ്ങനെ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കേണ്ട ഗതികേട് വരൂല. ഇനി രണ്ടാമത്തേത് ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ പോരെ. പിന്നെ രണ്ടാമതായി അദ്ദേഹം പറയുന്നത് എന്താണ്? ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ പോരെ എന്നുള്ള ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ പോരെ എന്ന് ചോദിച്ചാൽ അതിന് ഹനീക്കായപ്പടി എന്താ മറുപടി പറയേണ്ടത്? പോരാ എങ്കിൽ പോരാന്ന് പറയണം, മതിയെങ്കിൽ മതി എന്ന് പറയണം. പോരാ എന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് പോരാ എന്ന് വിശദീകരിക്കണം. അത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയുന്നില്ല. അവസാനത്തിൽ പറയുന്നുണ്ട്, ഒഴിക്കാൻ മട്ടിൽ പറയുന്നുണ്ട്. ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടണം. എന്തുകൊണ്ട് ലോകത്തെ എവിടെയെങ്കിലും കണ്ടാൽ മതി എന്നുള്ള മഹാഭൂരിപക്ഷം ഉലമാക്കന്മാരുടെ വീക്ഷണത്തെ നിങ്ങൾ തള്ളുന്നു? അത് ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ പ്രാദേശികം തന്നെ വേണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്താണ് ആ ഒരു അഭിപ്രായം സ്വീകരിക്കുവാനുള്ള നിങ്ങളുടെ തെളിവ്? എന്താണ് നിങ്ങളുടെ മാനദണ്ഡം? അതാണ് അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വാദമുള്ള ആളുകളും അതിന് അനുയോജ്യമായ ന്യായീകരണങ്ങൾ നടത്തുന്നത്. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. നിങ്ങൾ മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക. ഈ മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക എന്ന ഹദീസ് അത് പ്രാദേശിക കാഴ്ചക്ക് തെളിവാണ് എന്ന് പ്രാദേശികമായ കാഴ്ചയെ അവലംബിക്കുന്ന ആളുകളും അതേപോലെ ഒറ്റ കാഴ്ചയെ അവലംബിക്കുന്നവരും പറയുന്നു. പിന്നെ ഹനീഫ് തന്നെ പറയുന്നുണ്ട്, രണ്ട് വാദക്കാർക്കും തെളിവ് ഒന്നാണ്. സൂമൂലി റുയത്തിഹി വഅഫ്തിറൂലി റുയത്തി. നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്ന ഹദീസാകുന്നു രണ്ടു കൂട്ടർക്കും തെളിവ്. ആരാണ് ഈ രണ്ടു കൂട്ടർ? ഓരോ പ്രദേശത്തെ ജനങ്ങൾക്കും അവരുടെ പ്രദേശത്ത് പ്രത്യേകമായ കാഴ്ചയുണ്ട്. ആ കാഴ്ച അനുസരിച്ചാണ് ഓരോരുത്തരും നോമ്പും പെരുന്നാളും ആക്കേണ്ടത് എന്നത് ഒരു വീക്ഷണമാണ്. ആ വീക്ഷണക്കാർക്ക് എന്താ തെളിവ്? സൂമു ലിറുയത്തി വഅഫ്തിറൂ ലിറുയത്തി. ഇനി അടുത്ത വീക്ഷണം ഏതാണ്? ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ മതി. ആ കണ്ടു എന്ന വിവരം ആർക്കൊക്കെയാണോ എത്തുന്നത് അവർക്കൊക്കെ ആ കാഴ്ചയുടെ ഹുക്കുമ് ബാധകമായി എന്ന് പറയുന്ന രണ്ടാമത്തെ വീക്ഷണം. അപ്പൊ ഈ രണ്ട് വീക്ഷണക്കാർക്കും ഒരു തെളിവാണ് ഉള്ളത് എന്നാണല്ലോ ഹനീഫ് കായക്കൊടി പറയുന്നത്. ഒരൊറ്റ തെളിവിന് രണ്ട് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരേ തെളിവിന് രണ്ട് തരം വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ ഏതു വ്യാഖ്യാനമാണ് പ്രാമാണികം എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മൾ അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അതാണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിയായ മാർഗം. രണ്ടഭിപ്രായമുണ്ട്. രണ്ടഭിപ്രായത്തിന് ഒരേ തെളിവാണ് ഉദ്ധരിക്കുന്നത് എങ്കിൽ രണ്ട് വീക്ഷണ കോണുകളും അവതരിപ്പിക്കപ്പെടുന്നതിന്റെ രീതി നോക്കിയിട്ടാണ്, തെളിവിന്റെ പിൻബലം നോക്കിയിട്ടാണ് ഒരഭിപ്രായത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്ക് ചോദിക്കാനുള്ളത്, പ്രാദേശികമായ കാഴ്ചയാണ് ഉണ്ടാകേണ്ടത്. പ്രാദേശിക കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളും ആക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞിട്ടുള്ള സൂമൂ ലിറുയത്തി വഅഫ്തിറൂ ലിറുയത്തി എന്നതിൻ്റെ ആശയം എന്നാണ്
അനീഫ് കായക്കൊടി മനസ്സിലാക്കിയത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അതിനാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്. ഇവിടെ രണ്ടാമത്തെ വീക്ഷണമായ ഏക കാഴ്ച കൊണ്ട് ലോകത്തെല്ലാവർക്കും നോമ്പും പെരുന്നാളും ആകണം എന്നുള്ള വീക്ഷണത്തെ നിങ്ങൾ തള്ളുകയാണല്ലോ ചെയ്യുന്നത്. അതായത് പ്രാദേശിക കാഴ്ചയാണ് വേണ്ടത്, ഏക കാഴ്ച കൊണ്ട് ലോകത്ത് മുഴുവനും നോമ്പും പെരുന്നാളും എന്ന് പറയുന്ന ആശയം തെറ്റാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതെന്തുകൊണ്ടാണ് തെറ്റായത്? തെറ്റാകാനുണ്ടാവില്ല ഒരു മാനദണ്ഡം. എന്ത് മാനദണ്ഡപ്രകാരമാണ് തെറ്റായത്? ഒരു വിഷയത്തിൽ രണ്ടു തരം വീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ഷണത്തെ നമ്മൾ ബലപ്പെടുത്തണം എന്നുണ്ട് എങ്കിൽ അതിന് ചില ഉസൂലിയായ നിയമങ്ങളുണ്ട്. വീക്ഷണ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ഷണം ശരി മറ്റൊരു വീക്ഷണം തെറ്റ് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണമല്ലോ. വീക്ഷണ വ്യത്യാസങ്ങൾ പലതരത്തിൽ വരാം. ചിലത് കവിയായ ഇഖ്തിലാഫാത്തുകൾ ഉണ്ടാവും. രണ്ടു ഭാഗത്തും ഒരേ തുല്യമായ തെളിവുകളാണ് എങ്കിൽ ആ രണ്ട് വീക്ഷണവും ശരിയാണെന്ന് വെക്കാം. വേറെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. രണ്ടഭിപ്രായങ്ങൾ ഒന്ന് ദുർബലമാവുക എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രബലമായ തെളിവുകൾ മഹാഭൂരിപക്ഷം അംഗീകരിക്കുന്ന തെളിവാകുക, മറുഭാഗത്തുള്ളത് ഏതെങ്കിലും ന്യൂനപക്ഷമായ ചില ആളുകളുടേത് മാത്രമായ വീക്ഷണമാവുക. അങ്ങനെ വരുമ്പോൾ എന്തായി? അത് ഖിലാഫ് ലഈഫ് എന്നാണ് ഇനി പറയാം. അങ്ങനെ പല നിയമങ്ങളുണ്ട്. ഇനി ഒരേ വിഷയത്തിൽ രണ്ട് വീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നിന് തർജീഹ് കൊടുക്കണം. ഒന്ന് റാജിഹായ അഭിപ്രായമാണ്, മറ്റൊന്ന് മർജൂഹായ അഭിപ്രായമാണെന്ന് പറയണം. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അപ്പൊ ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക കാഴ്ചയാണ് ശരി, ഏക കാഴ്ച എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയതിന്റെ വജ്ഹ് എവിടെയാണ്? നിങ്ങൾ കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വജ്ഹൊക്കെ നിങ്ങളോട് ചോദിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ്. ഏത് വജ്ഹ് പ്രകാരമാണ് നിങ്ങൾ ഏക മാസപ്രവിയെ തള്ളുകയും മറുഭാഗത്ത് പ്രാദേശിക മാസപ്രവിയാണ് ശരി, അതാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് സ്വീകരിച്ചതിന്റെ മാനദണ്ഡം എന്ത്? ഇനി അടുത്ത ചോദ്യം, സൂമു എന്നുള്ള കൽപ്പന ഓരോ നാട്ടിലെയും ജനങ്ങളോടാണോ അതോ ആമായ കൽപ്പനയാണോ? ആമായ കൽപ്പനയാണ് എന്നാണല്ലോ വരുന്നത്. സൂമു, നിങ്ങൾ നോമ്പെടുക്കുക, ലിറുയത്തിഹി, കണ്ടാൽ. സൂമു വഅഫ്തിറു, നിങ്ങൾ നോമ്പ് മുറിക്കുക, ലിറുയത്തി, നിങ്ങൾ കണ്ടാൽ. ആര് കണ്ടാൽ? ഇത് മക്കയിലെ ജനങ്ങളോട് മാത്രമുള്ള കൽപ്പനയാണോ? മക്കക്കാരെ, മദീനക്കാരെ എന്നതാണോ? അത് ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളാണോ? സൂമു എന്ന് പറയുന്ന കൽപ്പന ആമായ കൽപ്പനയല്ലേ? ആമായ ഒരു കൽപ്പനയായിട്ടാണ്. അതാണ് പൊതുവെ അസ്ലിയായ നിയമം. അതാ റസൂലുള്ളാന്റെ ആ കൽപ്പന ആമാണ്. ഇനി ആമല്ല, ആ കൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുസൂസിയത്തുണ്ട്, ഹാസായ ഉദ്ദേശിക്കപ്പെടുന്നത് ഹാസാണ്. പ്രയോഗം ആമാണ്. ഉത്ലിക്കൽ ആമു വ ഉരീദ ബിൽ അൽ ഹാസ് എന്നൊക്കെ നിയമങ്ങളുണ്ട്, ഉസൂൽ ഫിഖിലൊക്കെ നിയമമുണ്ട്. അങ്ങനെ വല്ല നിയമം ഇവിടെ ഉണ്ടോ? സൂമു എന്ന് പറഞ്ഞാൽ ആമായ ഒരു കൽപ്പനയാണ് എങ്കിലും ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് ഹുസൂസിയത്താണ്. അതായത് പ്രത്യേക നാട്ടുകാർക്കാണ്, ഓരോ നാട്ടുകാർക്കുമാണ്, ഓരോ പ്രദേശത്തുകാർക്കുമാണ് എന്ന് തെളിയണമെങ്കിൽ അതിന് വേറെ തെളിവ് വേണ്ടേ? ഒരു ആമായ പ്രയോഗത്തെ ഖാസാണ് എന്ന് വിധി പറയണം എന്നുണ്ട് എങ്കിൽ ഉസൂലിയായ നിയമം അനുസരിച്ചൊരു തെളിവുണ്ടാകണമല്ലോ. ഏത് തെളിവനുസരിച്ചാണ് നിങ്ങൾ ഈ സൂമു എന്നുള്ളത് പ്രാദേശികമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞത്? അതിനെന്താ നിങ്ങളുടെ രേഖ? ആ രേഖ നിങ്ങൾ ഹാജരാക്കുക തന്നെ വേണം. കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും അണ്ടനും അടങ്കോടനോടുള്ള ചോദ്യമല്ല. കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ ഉസൂലിയായ നിയമങ്ങളൊക്കെ അനുസരിച്ച് അംഗീകരിച്ചായിരിക്കും നിങ്ങളിതൊക്കെ പറഞ്ഞത് എന്ന ആ വിചാരത്തിലാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം, നിങ്ങൾ ഓരോ നാട്ടിലെ ജനങ്ങൾക്ക് ആ നാട്ടിലെ കാഴ്ച ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്താണ് ഈ നാട്? ആ നാടിനെ നിങ്ങൾ നിശ്ചയിച്ചത് അതിന്റെ ശറയ്യായ മാനദണ്ഡം എന്താണ്? നാട് ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ ഒരു നാടായിട്ടാണ് നിങ്ങൾ ഇപ്പൊ പരിഗണിക്കുന്നത്. കേരളം, മലയാളം സംസാരിക്കുന്നവരൊക്കെ ഒരു നാട് എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളം ഒരു നാടായത് എങ്ങനെ? കേരളത്തെ മാത്രം നിങ്ങളൊരു നാടാക്കിയത് എങ്ങനെ? കേരളത്തിന്റെ തൊട്ടപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് എത്തി.
അതിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലോ കർണാടകത്തിലെത്തി. അപ്പൊ തൊട്ട് മേലെ പോയി കഴിഞ്ഞാലോ ആന്ധ്രയിലെത്തി. അപ്പൊ ആന്ധ്രയിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ അതൊന്നും നമ്മുടെ നാട്ടിൽ പെടൂല. കേരളം മാത്രമാകുന്നു നമ്മുടെ. കേരളത്തിന്റെ തൊട്ടപ്പുറത്ത് ബോർഡറിൽ അപ്പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് പോയിച്ചാൽ നമ്മുടെ നാടല്ല. ഇങ്ങനെ നാടിനെ നിങ്ങൾ നിശ്ചയിച്ചത്, കേരളത്തെ മാത്രം നിങ്ങളൊരു നാടാക്കിയത്, കേരളക്കാർക്ക് മാത്രം ഒരു കാഴ്ച, കേരളക്കാർക്ക് കേരളത്തിൻ്റെതായ കാഴ്ച എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താണ്? അത് വിശദീകരിക്കണമല്ലോ. നിങ്ങൾ നാടാക്കി മാറ്റിയ മാത്രം പോരല്ലോ. എന്ത് മാനദണ്ഡ പ്രകാരം നിങ്ങൾ ഒരു നാടാക്കിയത് കേരളത്തെ? ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ വിചാരിക്കുക ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമാണെന്നാണ്. അല്ല, കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. ഇത് സംഘടന തിന്മയാണ് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ലോകത്ത് സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരായി ഇന്ന് നമ്മൾ എല്ലാവരും അറിയുന്ന മരണപ്പെട്ടു പോയ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല, ഇവരോടൊക്കെ ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോ പ്രാദേശിക കാഴ്ചയെ അവലംബിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ഷെയ്ഖ് ഉസൈമീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലുള്ള അംബാസഡർമാർ ചോദിക്കാൻ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾ ജോലി ചെയ്യുന്ന നാട്ടിൽ ഇവിടത്തേതായ മാസപ്പിറവിയുണ്ട്. അവർ ചോദിക്കുന്ന അറഫ നോമ്പിനെ പറ്റിയാണ്. ഇവിടത്തേതായ മാസപ്പിറവിയുണ്ട്. എന്നാൽ ഞങ്ങളുടെ നാട് സൗദി അറേബ്യയാണല്ലോ. ആ സൗദി അറേബ്യയിൽ അറഫ നോമ്പ് എന്നാണോ? അറഫ 9 ആവുന്ന അന്ന് ഞങ്ങൾക്ക് അറഫ 9 ആയിക്കൊള്ളണമെന്നില്ല. ഞങ്ങൾ എന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? സൗദി അറേബ്യയിൽ നോമ്പാകുന്ന അന്നാണോ, അതല്ല ഇവിടുത്തെ പ്രാദേശിക മാസം കാഴ്ചയെ പരിഗണിക്കുന്ന അന്നാണോ? ഷെയ്ഖ് ഹുസൈമീൻ പറയുന്ന മറുപടി, നിങ്ങൾ അവിടുത്തെ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ചാണ് എന്നാണ്. ഷെയ്ഖ് ഹുസൈമീൻ KNMന്റെ പ്രസിഡന്റും KJUന്റെ സെക്രട്ടറിയും ആയതുകൊണ്ടല്ല, സംഘടന സങ്കുചിതത്വം ബാധിച്ചത് കൊണ്ടല്ല ഷെയ്ഖ് ഹുസൈമീൻ അങ്ങനെ ഫത്വ കൊടുത്തത്. അതിന് അദ്ദേഹം പറയുന്ന തെളിവുദ്ധരിക്കുന്ന ഹദീസുകളും സൂമൂലി റുയത്തിഹി വാഫ്തിറുലി റുയത്തിഹി ഒക്കെ തന്നെയാണ്. അപ്പോ ഇത് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചത്. പിന്നെ നമ്മുടെ കായക്കൊടിയുടെ സംസാരത്തിൽ അദ്ദേഹത്തിന്റെ മറുപടിയിൽ പറയുന്നുണ്ട്, പ്രാദേശിക കാഴ്ചയാണ് അടിസ്ഥാനം. പ്രാദേശിക കാഴ്ച എന്ന് പറയുന്ന സംഗതിക്കാണ് ഖുർആനിൽ തെളിവുള്ളത്, ഹദീസിൽ തെളിവുള്ളത്, ഉലമാക്കന്മാരുടെ അഭിപ്രായവും അതിനനുകൂലമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരള ഹിലാൽ കമ്മിറ്റിക്കാര് ഈ നിലപാട്, പ്രാദേശിക കാഴ്ചപ്പാട് എടുത്തിട്ടുള്ളതെന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞു, ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, 2 ഷെയ്ഖ് മുഹമ്മദ് സാലിൽ ഉസൈമീൻ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെയും പ്രാദേശിക കാഴ്ചയെ അംഗീകരിച്ചവരും പ്രാദേശിക കാഴ്ച അനുസരിച്ച് നോമ്പും പെരുന്നാൾ എടുക്കണമെന്ന് പറഞ്ഞവരുമാണ് എന്നൊരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അത് പകുതി ഭാഗം കളവാണ്. മുഹമ്മദ് സാലിൽ ഉസൈമീൻ റഹിമഹുല്ലക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, ശരിയാണ്. അദ്ദേഹം പ്രാദേശിക കാഴ്ച വാദിയാണ്. എന്നാൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും പ്രാദേശിക കാഴ്ചവാദിയല്ല. അതിന് അദ്ദേഹത്തിന്റെ നിരവധി ഫത്വകളുണ്ട്. ഒരു ഫത്വയാണ് തൊട്ടു മേലെ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ വായിച്ചർത്ഥം പറയാം. അൽ ഹദീസു സൂമൂ ലിറുയത്തിഹി, നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, അത് ലി ഉമൂമിൽ മുസ്ലിമീന, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ആമായിട്ടുള്ള പൊതുവായ കൽപ്പനയാണോ, അം ലി അഹ്ലി കുല്ലി വലദിൻ, അല്ലെങ്കിൽ ഓരോ നാട്ടുകാർക്കുമുള്ള കൽപ്പനയാണോ? ഓരോ നാട്ടുകാർക്കും വേറെ വേറെയുള്ള കൽപ്പനയാണോ, അല്ലെങ്കിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും കൽപ്പനയാണോ? ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വാക്ക് സൂമൂ ലിറുയത്തിഹി വഅഫ്തിറൂ ലിറുയത്തിഹി എന്നാൽ ഹാദാ ഖിതാബുൻ, ഇതൊരു സംബോധനയാണ്, ലി ഉമൂമിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് മൊത്തമായിട്ടുള്ള സംബോധനയാണോ, ഔ ലി അഹ്ലി കുല്ലി ബലദിൻ, അല്ലെങ്കിൽ ഓരോ നാട്ടുകാർക്കും പ്രത്യേകമായ ഒരു ഖിതാബാണോ, സംബോധനയാണോ? ഇതാണ് ചോദ്യം. അപ്പൊ അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി, അസ്സവാബ്, ശരിയായിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ അന്നഹു, അത് ലി ഉമൂമിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ലാക്കിൻ, എന്നാൽ ദഹബ ബഅ്ദു അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിൽപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട ചിലർ, അന്നലി അഹ്ലി കുല്ലി ബലദിൻ റുയത്തുഹും, ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്ന നിലപാടിൽ പോയവരാണ്. ഫലാ ബഅ്സ, കുഴപ്പമില്ല. അങ്ങനെ ചില ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്.
എന്നാൽ സവാബ് എന്താണ്? അന്നഹുലി ഉമൂമിൽ മുസ്ലിമീന, ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലെയുള്ള കൽപ്പനയാണ്. ഖാല ബിഹി ജമ്മും മിൻ അഹ്ലിൽ ഇൽമി എന്ന് പറഞ്ഞാൽ പ്രാദേശിക കാഴ്ചയെ പറ്റി പറഞ്ഞല്ലോ. ഖാല ബിഹി ജമ്മും മിൻ അഹ്ലിൽ ഇൽമി, അപ്രകാരം അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഒരു സംഘം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വഹുവ ഖൗലു ഇബ്നു അബ്ബാസിൻ വ ജമാഅ, ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായവും അതാണ്, വ ജമാഅ ഒരു സംഘം ആളുടെയും അഭിപ്രായം അതാണ്. ലാക്കിൻ, ഇനിയുള്ള ശ്രദ്ധിക്കണം, ലാക്കിൻ അൽ അസ്ലു അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ ഫീ ഖിതാബാത്തി ശാരിഇ, ശാരിആയ നിയമനിർമ്മാതാവായ അള്ളാഹുവിന്റെ സംബോധനയുടെ അസ്ല് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അൽ ഉമൂം, അത് വ്യാപക അർത്ഥത്തിനുള്ളതാണ്, ആമിനുള്ളതാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംബോധനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീകളും എന്നാണ്. മനസ്സിലായില്ലേ? സൂമൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോൽക്കാൻ എല്ലാവരുമാണ്. ഹാദാ ഹുവൽ അസ്ൽ, അതാകുന്നു അസ്ല്. അള്ളാഹുവിന്റെ ഖിതാബ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നു എന്നതാണ് അസ്ല്, അടിസ്ഥാനം. ഖിതാബുല്ലാഹി ഫിൽ ഖുർആനി വ ഖിതാബുർ റസൂലി, അള്ളാഹുവിന്റെ റസൂലിന്റെ സംബോധനയാകട്ടെ വിശുദ്ധ ഖുർആനിലെ സംബോധനയാകട്ടെ അൽ അസ്ലു ഫീഹിൽ ഉമൂം, അതിന്റെ അടിസ്ഥാന നിയമം എന്ന് പറഞ്ഞാൽ ആമിനെ അറിയിക്കുന്നതാണ്. ഇനി ആമിനുള്ളതല്ല, വ്യാപകാർത്ഥത്തിലുള്ളതല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ല എന്നാണ് പറയുന്നതെങ്കിൽ വമൻ ഖയ്യദ ഫിഅലഹു ഫഅലൈഹി ദലീൽ, ഈ സൂമു എന്നുള്ളത് കൈത് വെക്കുക, വ്യവസ്ഥ വെക്കുക, അത് പ്രാദേശികത്വത്തിനുള്ളതാണ്, എല്ലാ നാട്ടുകാർക്കും ഉള്ളതാണ്, ഓരോ നാട്ടുകാർക്കും വേറെ വേറെ ഉള്ളതാണ് എന്നൊരു വ്യവസ്ഥ വെക്കുകയാണെങ്കിൽ വ്യവസ്ഥ വെക്കുന്നവൻ തെളിവ് കൊണ്ടുവരണം. അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇബ്നു ബാസിന്റെ അഭിപ്രായം എന്താണ്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുന്നത് ഒരൊറ്റ കാഴ്ച കൊണ്ട് എല്ലാവർക്കും ബാധകമാകുന്നു എന്ന കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുമൂൽ റുയത്തി എന്ന ഹദീസിലുള്ളത് എന്നാ. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ ഇബ്നു ബാസിനെ കുറിച്ചാണ് അനീഫ് കായക്കൊടി എന്ന് പറഞ്ഞത് പ്രാദേശിക കാഴ്ചയുടെ ആളാണ്. കളവല്ലേ? അത് പേരും കളവല്ലേ? രണ്ടാമത്തേത്, ഇമാം നവവി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ല. ഇമാം നവവി അഭിപ്രായം പറയുന്നത് ഷാമിലേക്ക് യാത്ര പോയിരുന്ന ഒരാൾ തിരിച്ചു വരികയാണ്. അദ്ദേഹം തിരിച്ചു വന്നപ്പോ മദീനയിൽ നോമ്പ് ഒരു ദിവസം പുറകിലാണ്. അദ്ദേഹത്തോട് ഇബ്നു അബ്ബാസ് ചോദിച്ചു, എന്തൊക്കെയാ അവിടെയുള്ള വിവരങ്ങൾ? അവിടുത്തെ അബുൽ ഫളിനോട് ചോദിക്കാൻ എന്തൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ? അദ്ദേഹം പറഞ്ഞു, പിന്നെ ഖുറൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ എന്തൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അവിടെ ഞങ്ങള് റമദാന്റെ മാസപ്പിറവി വെള്ളിയാഴ്ചയാണ് കണ്ടത്. മുആവിയ റളിയല്ലാഹു അൻഹു കണ്ടു, വേറെ പലരും കണ്ടു, ഞാനും കണ്ടു. അതുകൊണ്ട് അവിടെ വെള്ളിയാഴ്ച നോമ്പാക്കി. പക്ഷെ ഇവിടെ മദീനയിൽ ശനിയാഴ്ചയാണ് കാണുന്നത്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇവിടെ ഞങ്ങൾ കണ്ടതനുസരിച്ചാണ് ഞങ്ങളുടെ പെരുന്നാൾ, ഞങ്ങൾ കണ്ടതനുസരിച്ചാണ്, ഞങ്ങളുടെ കാഴ്ചയനുസരിച്ചാണ് ഞങ്ങളുടെ പെരുന്നാൾ. അപ്പൊ ഈ സഹാബ് ഖുറൈബ് റളിയല്ലാഹു അൻഹു ഈ സഹാബിയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, അല്ല നിങ്ങൾക്ക് മുആവിയ റളിയല്ലാഹു അൻഹു കണ്ടതുപോലെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇങ്ങനെയാണ് അള്ളാഹിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടതിനനുസരിച്ചാണ്, അല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്നത് കൊണ്ട് മാത്രം എന്ത് ചെയ്യേണ്ടതില്ല, നോമ്പും പെരുന്നാളും ആക്കേണ്ടതില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രാദേശിക കാഴ്ചക്ക് പരിഗണന നൽകുന്നത്. ഒന്ന്, ഖുർആൻ ഹദീസിന്റെ പിൻബലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയതിന് പിൻബലമുണ്ട്. അതേപോലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികരായ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പിൻബലമുണ്ട്, ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പിൻബലമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ഐക്യമുണ്ടാകുന്നതും ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനൊക്കെ പുറമെ അല്ലേ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന ഒരു ദുരവസ്ഥയുണ്ട് മാസപ്പിറവിയുടെ വിഷയത്തിൽ. റമദാൻ 28 അന്ന് മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരുന്നു. അസ്തമിച്ചു പോയ ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസ്തമിച്ചു പോയ ചന്ദ്രനെ കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പെരുന്നാളാന്ന് പറഞ്ഞിരുന്നു, നോമ്പാന്ന് പറഞ്ഞിരുന്നു. ആ അവസ്ഥക്കൊക്കെ മാറ്റം വരുത്തിയത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്, ഹിലാൽ കമ്മിറ്റിയാണ്. ആ ഹിലാൽ കമ്മിറ്റിയുടെ തീരുമാനത്തെ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം മതസംഘടനകളും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഐക്യമുണ്ടായത്. കളവല്ലേ? അത് പേരും കളവല്ലേ? മാസം കണ്ടുറച്ചാൽ പോലും ഹിലാൽ കമ്മിറ്റി അവരത് ഉറപ്പിക്കില്ല.
അവർ ആ വിവരം കാളിമാർക്ക് കൈമാറും. സിർക്കിന്റെയും കുഫറിന്റെയും കൂടാരങ്ങളായ കാളിമാർക്ക് കൈമാറും. ആ കാളിമാര് അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉറപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കാളിമാരുടെ ഉറപ്പിനനുസരിച്ച് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കും, നോമ്പെടുക്കും എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിന് വിരുദ്ധമായ പച്ചയായ അബൂജാഹിലിന്റെ ആശയം, ആ അബൂജാഹിലിന്റെ ആശയം പേറുന്നവരായ ഇവരുടെ ഈ നിലപാട് ശരിയോ തെറ്റോ എന്നുള്ളത് ഒന്നാമതായി ചർച്ച അവിടെ വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഐക്യം ഇല്ലാതാക്കിയതാരാ? ഇപ്പറഞ്ഞതുപോലെ സൗദി അറേബ്യയിൽ നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടരും, അതേപോലെ തന്നെ കലണ്ടറിൽ ഉണ്ടായാൽ മതി എന്ന് പറയുന്ന വേറൊരു കൂട്ടരുമാണ്. രണ്ടു കൂട്ടർക്കും പ്രമാണങ്ങളുടെ പിൻബലമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണത്തിന്റെ പിൻബലമുണ്ട്, ഹദീസിന്റെ പിൻബലമുണ്ട്, ഹദീസ് കേട്ട സഹാബികൾ പറഞ്ഞ അഭിപ്രായത്തിന്റെ പിൻബലമുണ്ട്, അതേപോലെ പൗരാണിക പണ്ഡിതന്മാരുടെ പിൻബലമുണ്ട്, ആധുനിക പണ്ഡിതന്മാരുടെയും പിൻബലമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ ഈ നിലപാട് സ്വീകരിച്ചത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.